കൊല്ലം കൊട്ടാരക്കരയിൽ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട കേസിൽ പോക്സോ കേസെടുത്തിട്ടും പ്രതിയെ സംരക്ഷിക്കാൻ പോലീസ് ശ്രമിക്കുന്നു എന്ന വിഷയമാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അംബിക JK ഇപ്പോൾ ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. ദ റിയൽ കേരള സ്റ്റോറി എന്ന പേരിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നിട്ടുള്ള ലവ് ജിഹാദ് അതല്ലെങ്കിൽ പ്രണയം നടിച്ചുള്ള മതപരിവർത്തനം എന്ന വിഷയത്തെപ്പറ്റി ആധികാരികമായി പുസ്തകം എഴുതിയിട്ടുള്ള വ്യക്തി കൂടിയാണ് ശ്രീമതി അംബിക. ഈ ചർച്ചയിലേക്ക് സ്വാഗതം. നമ്മൾ കൊട്ടാരക്കരയിലെ വിഷയമാണ് ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നത്. കാരണം ഓരോ ദിവസവും നമ്മൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ലവ് ജിഹാദ് കേസുകൾ ചർച്ചയ്ക്കെടുക്കാറുണ്ട്. ഇപ്പോൾ കൊട്ടാരക്കരയിൽ നടക്കുന്നത് ഈ വാർത്ത ജനം TV ആണ് ആദ്യഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ആ റിപ്പോർട്ടിനെ തുടർന്ന് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ കേരള പോലീസ് ഈ പ്രതിക്കെതിരെ പോക്സോ കേസൊക്കെ ചുമത്തി ഇപ്പോൾ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്ന നിലയിലുള്ള ഒരു ഫീൽ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കേസ് ചുമത്തി ദിവസങ്ങൾ ഒരുപാട് കടന്നുപോയിരിക്കുന്നു, ആഴ്ചകൾ ഒരുപാട് കടന്നുപോയിരിക്കുന്നു. ഒരു അനക്കവും ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. ശ്രീമതി അംബിക. ഗൗതം, ഈ കേരളത്തിലെ ഇന്ത്യയിലെ ബാക്കി സംസ്ഥാനങ്ങളിൽ പല സംസ്ഥാനങ്ങളിലും ചെയ്ത പോലെ മതം മാറ്റം ഒരു ക്രിമിനൽ കുറ്റമായിട്ട് ചെയ്താൽ മാത്രമേ കേരളത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ കൺവേർഷൻ ഇപ്പൊ കഴിഞ്ഞ 2 ആഴ്ചകളിലായിട്ട് നടന്ന 2-3 കൺവേർഷനിൽ എനിക്ക് ആ ആത്മഹത്യ ചെയ്ത സോന എൽദോസ് എന്നുള്ള പെൺകുട്ടീനെ ആത്മഹത്യക്ക് കാരണക്കാരനായ റമീസ് എന്ന് പറയുന്നവന്റെ അറസ്റ്റ് നടന്ന് അതിന്റെ മാതാപിതാക്കൾ ഇപ്പോഴും അബ്സ്കോണ്ടിങ് ആണ്. അവരെ കുറിച്ചുകൂടി ആ കുട്ടി ആത്മഹത്യ കുറിപ്പിൽ പ്രതിപാദിച്ചിട്ട് അതും നടന്നിട്ടില്ല. കേരളത്തിലെ നിയമ സംവിധാനങ്ങള് ഈ ഒരു കൺവേർഷൻ വിഷയത്തിലായാലും ബലാത്സംഗ കാര്യത്തിലായാലും എല്ലാത്തിലും ഇരയുടെ കൂടെയല്ല വേട്ടക്കാരന്റെ കൂടെയാണ് എന്നാണ് നമുക്ക് ഈ റീസെന്റ് ആയി ഉണ്ടാകുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അത് ഈ കൊട്ടാരക്കര പെൺകുട്ടിയുടെ കാര്യത്തിലായാലും ശരി, ഇപ്പോ ആ സോന എൽദോസ് പറഞ്ഞ പെൺകുട്ടിയുടെ കാര്യത്തിലായാലും ശരി, ഇപ്പോ ഹിരൺദാസ് മുരളി എന്ന് പറയുന്ന വേടന്റെ കാര്യത്തിലായാലും ശരി, എല്ലാ കാര്യത്തിലായാലും സംസ്ഥാന നിയമ സംവിധാനങ്ങളുടെ വലിയ അലംഭാവമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് യഥാർത്ഥ സംഭവങ്ങളിൽ വേട്ടക്കാരന്റെ കൂടെ നിൽക്കുകയും ആ സംഭവത്തെ കുറിച്ച് ആരെങ്കിലും പ്രൊവോക്കിംഗ് ആയിട്ട് സംസാരിച്ച അവർക്കെതിരെ തിരിയുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് കേരളത്തിലുള്ളത്. ഇപ്പൊ ഞാൻ കുറച്ച് അജിറ്റേറ്റഡ് ആയിട്ട് ഇതിന് വളരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ എനിക്കെതിരെ തിരിയും നിയമ സംവിധാനങ്ങള്. പക്ഷെ അതേസമയം തന്നെ ഇത് ചെയ്ത ആൾക്കെതിരെ യാതൊരു നടപടിയും ഉണ്ടാവില്ല. ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ഈ കേരളത്തിൽ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. ഈ ലവ് ജിഹാദ് വിഷയം അല്ലെങ്കിൽ ഈ വേടന്റെ വിഷയമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ആ വിഷയം വലിയൊരു കുറ്റകരമല്ലാതിരിക്കുകയും ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ വർഗീയവൽക്കരിക്കപ്പെടുകയും സംഘപരിവാറിന്റെ വർഗീയ അജണ്ട എന്ന് പറയുകയും അല്ലെങ്കിൽ ഒന്നുകിൽ അവഗണിക്കുകയും ചെയ്യുകയാണ് കേരളത്തിൽ എന്നും ചെയ്തിട്ടുള്ളത്. അത് ഈ കേസ് മാത്രമല്ല, 2017 നമ്മുടെ ദ കേരള സ്റ്റോറിയിൽ കാണിച്ച നിമ മാത്യു എന്ന് പറയുന്ന ആ പെൺകുട്ടി കോഴിക്കോട് സരോവരം പാർക്കിൽ വെച്ച് റേപ്പ് ചെയ്യപ്പെട്ട ആ പെൺകുട്ടിയുടെ കേസ് ഇന്നും നടന്നു പോവാണ്. അതേപോലെ തന്നെ നിമിഷ ഫാത്തിമയെ മതം മാറ്റിയവൻ കേരളത്തിന്റെ തലസ്ഥാനത്തിന്റെ എല്ലാ ഭരണ സംവിധാനങ്ങളുടെയും മൂക്കിന് താഴെയാണ് ഒരു പിസ്സ സ്റ്റോർ ഇട്ടിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ കൺവേർഷൻ കേസുകളിലും എല്ലാത്തിലും പ്രതി ആരാണെന്ന് നമുക്കറിയാം. അവൻ അവിടെ ഒളിവിൽ പോലും പോകാതെ ബിസിനസ് ചെയ്തിട്ടും, അല്ലെങ്കിൽ കേരള സ്റ്റോറിയിലെ ഗീതാഞ്ജലി എന്ന് പറഞ്ഞ പെൺകുട്ടി മതം മാറ്റിയവൻ ഇപ്പം ഗൾഫിലാണുള്ളത്. ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാണ് ഈ സോന എൽദോസിന്റെ പോലെ തന്നെ. അപ്പൊ എല്ലാവർക്കും ആരാണ് അതിന്റെ പ്രതി വളരെ നന്നായിട്ട് അറിയുകയും പക്ഷെ അയാൾക്ക് നിയമത്തിന്റെ പരിരക്ഷ കിട്ടുകയോ അല്ലെങ്കിൽ അവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു നിയമമോ ഒരു നടപടി എടുക്കാതിരിക്കുകയോ ചെയ്യുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ സാഹചര്യമാണ് കുറെ കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. അത് ഇന്നത്തെ ഇപ്പൊ ഈ ഒരു കേസിൽ മാത്രമല്ല, നമ്മൾ പുറകിലോട്ട് പോയിട്ട് എത്ര കേസ് പരിശോധിച്ചാലും ലവ് ജിഹാദ് എന്ന വിഷയം കേരള സർക്കാർ ഇതേവരെ ഒരിക്കലും സീരിയസ് ആയി എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട കേസുകളിൽ പ്രതി ചേർക്കപ്പെടുന്ന ക്രിമിനലുകൾക്ക് കേരളത്തിൽ സ്വൈര്യവിഹാരം നടത്താൻ കഴിയുന്നു. ലവ് ജിഹാദ് കേസുകൾ കേരളത്തിൽ തുടർക്കഥയാകുന്നതിൻ്റെ അടിസ്ഥാന കാരണവും പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നില്ല. അതേസമയം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ലവ് ജിഹാദും പ്രണയം നടിച്ചുള്ള മതപരിവർത്തനവും തടയാൻ അതിശക്തമായ നിയമങ്ങൾ കൊണ്ടുവരുന്നു. ഇക്കാര്യങ്ങളാണ് എഴുത്തുകാരി JK അംബിക ചൂണ്ടിക്കാണിച്ചത്. ശ്രീമതി അംബിക, ഈ ചർച്ചയുടെ ഭാഗമായതിന് വളരെ നന്ദി.